രാഹുൽ ഗാന്ധി ഇതിന് പിന്തുണ കൊടുക്കും. അതിൽ തന്നെ തർക്കം ഉണ്ടായിട്ടുണ്ട്. കാരണം ഇന്ത്യ മുന്നണി പൊളിച്ച് രാഹുൽ ഗാന്ധി പോയി എന്നൊരു അഭിപ്രായം ഉണ്ടായിട്ടുണ്ട്. ഇന്ത്യ മുന്നണിയുടെ ഭാഗമായി അവിടെ മത്സരിക്കുമ്പോഴും ഞാൻ മനസ്സിലാക്കുന്നത് രാഹുൽ ഗാന്ധിക്ക് വിജയോടായിരുന്നു താല്പര്യം. ആദ്യമല്ല, ഇപ്പോഴൊന്നുമല്ല. രാഹുൽ ഗാന്ധിക്ക് വിജയോട് താല്പര്യമില്ല, വിജയ്ക്കാണ് അവിടെ കൂടുതൽ ഉള്ളത്. ഇപ്പൊ നമ്മുടെ ആക്സിസ് സർവേ ഒക്കെ പറഞ്ഞതുപോലെ രാഹുൽ ഗാന്ധിക്ക് എന്തെങ്കിലും സർവേ ഉണ്ടാവും. DMK മുന്നണിക്ക് പരാജയം വരാൻ പോവാണ്. DMK മുന്നണിക്ക് നേരിട്ട് നിൽക്കാൻ കഴിയുന്നില്ല, ആന്റി ഇൻകംബൻസി ഉണ്ട്. അങ്ങനെയാണെങ്കിൽ BJP ADMK മുന്നണിയെ തോൽപ്പിക്കാൻ വിജയിനാണ് കഴിയുക. യഥാർത്ഥത്തിൽ ഇവിടെ പ്രശ്നം എന്താ? പ്രാദേശിക പാർട്ടികളുടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രാദേശിക പാർട്ടികൾക്ക് അങ്ങനെ വലിയ രാഷ്ട്രീയമൊന്നുമില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവര് കേന്ദ്രത്തിൽ ഒന്നുമില്ല കോൺഗ്രസിന്റെ കൂടെ അല്ലെങ്കിൽ BJPയുടെ കൂടെ നിന്നേ പറ്റൂ. എല്ലാ പ്രാദേശിക പാർട്ടികളും ചില വഴക്കൊക്കെ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റില്ല, അഖിലേന്ത്യാ തലത്തിലില്ല. മാത്രമല്ല കേന്ദ്രത്തിൽ ഇപ്പോൾ നോൺ ഫെഡറൽ ആയ ഒരു സംവിധാനത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യയുടെ ഫെഡറൽ ഭരണഘടന തകർക്കുന്ന ഒരു ഘട്ടത്തിൽ പലതരത്തിലുള്ള ഓൺസ്ലോട്ടുകൾ, അതായത് അതിക്രമങ്ങൾ ഭരണഘടനാ സ്ഥാപനങ്ങളുടെ മേൽ, ഇലക്ഷൻ കമ്മീഷൻ, ED എല്ലാം വരുന്നൊരു ഘട്ടത്തിൽ ഒരു സംസ്ഥാന ഗവൺമെന്റിന് പിടിച്ചു നിൽക്കണമെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം ഉണ്ടാവണം. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടും മമതാ ബാനർജി പറഞ്ഞെന്താ? ഞാൻ ഇന്ത്യ മുന്നണിയുടെ ഭാഗം നിൽക്കുന്നതന്നെ അവർ പറഞ്ഞു. ഞാൻ വിട്ടു നിൽക്കില്ല. കാരണം പ്രതിപക്ഷം ഒന്നിക്കണം ഇത്തരം ഓൺസ്ലോട്ടിനെതിരെ. കാരണം അവരിപ്പോ ഇതേ നിലപാട് DMK സ്വീകരിച്ചില്ല. അല്ല, വരട്ടെ, DMKയുടെ കാര്യം വരാം. അങ്ങനെ വരുമ്പോൾ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ ഇന്ന് ഏറ്റവും ശക്തമായ രാഷ്ട്രീയ ശക്തി TVK ആണ് ഇന്ന് വന്നിട്ടുണ്ട്. അവരാണ്. മാത്രമല്ല TVKയുടെ ആദ്യം മുതൽ നിങ്ങൾ നോക്കുക, ആദ്യം മുതൽ തന്നെ അവർ BJP ആയിട്ട് ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറില്ല. വിജയന് വേണ്ടി BJP ആയിട്ട് അഗ്രിമെന്റ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഇപ്പം BJP ഭരിച്ചേനെ തമിഴ്നാട്. ഇതിൽ ഈസിയാണ്. കാരണം അയാൾക്ക് കേസ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. വാഷിംഗ് മെഷീനിൽ അയാൾ അലക്കിയെടുത്ത് അയാൾ എല്ലാ കേസും മാറ്റി അയാള് മുഖ്യമന്ത്രി ആവുന്നതിന് BJPക്ക് ഒരു കുഴപ്പമില്ല. ഒരു 10-30 സീറ്റ് BJP പിടിക്കുകയും ചെയ്തേനെ അയാളുടെ കൂടെ നിങ്ങൾ BJP. പക്ഷേ BJPയുമായി ഒരു കാര്യത്തിൽ നിൽക്കില്ല എന്നും ഒരു ദ്രാവിഡ രാഷ്ട്രീയം തന്നെയാണ് താൻ കൈകാര്യം ചെയ്യുന്നതെന്നും കൃത്യമായി പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ 3 ദ്രാവിഡ കക്ഷികൾ അവിടെ വന്നു. അതാണ് പ്രശ്നം. DMK ഉണ്ട്, ADMK ഉണ്ട്. ADMK ഇപ്പൊ BJPയുടെ കൂടെയാണ്. ഇവരും ഉണ്ട്, എന്താ പറയാ, TVK ഉണ്ട്. ഇതിൽ ആരും ഏത് വരുമെന്ന് പറയൽ ഇത്തിരി വിഷമാണ്. പക്ഷെ ജനങ്ങൾ തിരഞ്ഞെടുത്തത് TVK ആണ്. വളരെ ക്ലിയർ ആണ്. BJPക്കെതിരായി TVK നിർത്തേണ്ട ചുമതല ഇന്ത്യ മുന്നണിക്കുണ്ട്. കാരണം അയാൾ ഏതെങ്കിലും വിധത്തിൽ തർക്കങ്ങൾ വന്നാൽ അയാൾക്ക് ഭൂരിപക്ഷം ഇല്ലെങ്കിൽ നാളെ BJP സപ്പോർട്ട് ചെയ്യാൻ അയാൾ ആയെങ്കിലോ ADMK വന്നതാണ്. ADMK പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്യാൻ തോന്നുന്നു വന്നാണ്. അയാൾ പറഞ്ഞു BJP ബന്ധമുണ്ടെങ്കിൽ പറ്റില്ല. അതാണ് അയാളുടെ നിലപാട്. ഞാൻ പറഞ്ഞു അയാളുടെ രാഷ്ട്രീയം വളരെ ക്ലിയർ ആണ്.